കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെയും കടന്നാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. പാർട്ടിയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനും അധ്വാനവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്വതന്ത്ര വീക്ഷണത്തോടെ ഉത്തരവാദിത്തമുള്ളൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിനും സഹായകമായി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിന് പാർട്ടി തീരുമാനിക്കുന്നു. അപ്പോൾ UDF വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ്. മുന്നണി ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട രാഷ്ട്രീയ മര്യാദകൾക്കും നീതിബോധത്തിനും വിരുദ്ധമായ സമീപനങ്ങൾ മൂലം നീതിബോധത്തിനും വിരുദ്ധമായ നടപടികൾ മൂലം സമീപനം മൂലം മുന്നണി ദുർബലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്കും ആത്മപരിശോധനയ്ക്കും സ്വയം വിമർശനത്തിനും ഒരവസരം നൽകുന്നതിന് കൂടി മേൽപ്പറഞ്ഞ പാർട്ടിയുടെ ഈ തീരുമാനം സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. നിയമസഭയിൽ മേൽപ്പറഞ്ഞ നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്ന ധാരണകളിൽ മാറ്റം വരുത്താൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് തീരുമാനം. അതല്ലല്ലോ, എത്രയോ വിഷയങ്ങളാ. അതിൽ ഒരു ഐറ്റം അതാ. അല്ല, അത് മാത്രമല്ല. പ്ലീസ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. ഓരോരുത്തർ ഒരാൾ ഒരു ഭിന്നാഭിപ്രായവും ഇല്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു ഭിന്നാഭിപ്രായവും ഇല്ല. UPAയുടെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സമീപനമായിരിക്കും UPAയിൽ. റബ്ബറിന് വില കൂട്ടാം എന്ന് പറയാണ് സപ്പോർട്ട്. പ്രശ്നാധിഷ്ഠിതം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യും. അതല്ലേ കാരണങ്ങൾ പറയുന്നത്. കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് വായിച്ചല്ലോ കാരണങ്ങൾ. ഈ കാരണങ്ങളൊന്നും UDFന്റെ ഘടകങ്ങളിലോ UDFന്റെ ചർച്ചകളിലോ ഉന്നയിക്കാതെയാണ് ഇത്തരം ഒരു നിലപാട് കേരള കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പോയി കഴിയുമ്പോൾ ഇനി എന്തെല്ലാം ഞങ്ങൾക്കെതിരെ പറയുന്നൊന്നും ഞാൻ കരഞ്ഞുകൂടാ. പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ പേരിൽ കല്ലെറിയാനൊക്കെ എല്ലാം വരും. ഒന്നും സാരമൊന്നുമില്ല. അവർ ഇങ്ങനെ പറയുന്നു, അവർ പറഞ്ഞോട്ടെ. ഞങ്ങളിങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഒരു സമാധാനം വേണ്ടേ? എപ്പോഴും ഒരു കൂട്ടായ്മ, ഒരു UDF സ്നേഹം, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം. അതല്ലേ UDFന്റെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്. ആ പരസ്പര വിശ്വാസമില്ല,
ആ സ്നേഹമില്ലെങ്കിൽ ആ മുന്നണിയിൽ എങ്ങനെ നിൽക്കാൻ നോക്കും? ഞങ്ങളെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. യുവർ എനിമി, യുവർ എനിമി നമ്പർ 1 ഈസ് കേരള കോൺഗ്രസ്. മനസ്സിലാവാ, കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോപ്പിക്കുക ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു പ്രത്യേക ഒരു ബറ്റാലിയൻ, അതിനുവേണ്ടി പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണ്. ചില നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ്, പ്രത്യേക സ്റ്റഡി ക്ലാസ്സുകൾ, പ്രത്യേക ഫണ്ട്, അതിനുവേണ്ടിയൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഇത്? ഞാൻ കേട്ട് കഴിവ് പോലെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഞങ്ങൾ ഇത്രയും കാലം നിന്നു. ഇനി മുന്നോട്ട് പോയാൽ ഞങ്ങൾ സഹിക്കാൻ ഇനി പറ്റില്ല. ഏതാ അതെന്തിനായി ഓരോരുത്തരുടെ പേരെടുക്കണ്ട? ഞങ്ങൾക്ക് ആരോട് വ്യക്തിപരമല്ലല്ലോ. കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് മുഴുവനല്ല, കോൺഗ്രസ് നേതൃത്വത്തിലെ ചില വ്യക്തികൾ. പക്ഷെ ഞങ്ങൾ അതിപ്പോ ആ വ്യക്തിയുടെ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല, അത് അവർക്കറിയാം. ഞാനിത് പറയുമ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടോളും, അറിയേണ്ടവർ അറിഞ്ഞോളും. എന്തായി ഒരു കാര്യം എടുക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ എന്തായി പറയാം? ഇതിന്റെ ഗ്രേസ് മുഴുവൻ കളയാതെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എങ്ങനെയാ ഞങ്ങളുടെ ഭാവിയോ? കേരള കോൺഗ്രസ് തുറന്ന ഭാവിയല്ലേ? എന്തായി പറയുന്നത്? ഞങ്ങളിപ്പോൾ സ്വതന്ത്ര നിലപാട്, ഞങ്ങൾ നല്ല ജോറായിട്ട് പാർട്ടി പ്രവർത്തനമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് മുഴുവൻ ശ്രദ്ധയും ചെലുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനം വളരെ സജീവമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്യാമ്പ് 14-ാം തീയതി സ്റ്റേറ്റ് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ സ്റ്റേറ്റ് കമ്മിറ്റി 14-ാം തീയതി വെച്ചിട്ടുണ്ട്. കോട്ടയത്ത് 14-ാം തീയതി നടക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു വലിയ ഒരു പരിപാടി, സംഘടനാ പരിപാടി, ഒരു ക്യാമ്പയിൻ, ഒരു പ്രചരണ പരിപാടി എല്ലാം ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത് പ്രഖ്യാപിക്കും. ജനകീയ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കും, അതിനുള്ള നടപടികളെടുക്കും, സമരപരിപാടികൾ ആവിഷ്കരിക്കും. എല്ലാം 14-ാം തീയതി കൂടുന്ന വൈരുദ്ധ്യമൊന്നുമില്ലല്ലോ. നമ്മളൊരാളുമായിട്ട് കരാർ ചെയ്തിട്ടുണ്ട്, ജയകുമാറുമായിട്ട് ഞാനൊരു കരാർ വിശ്വസിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ പാർട്ടി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ജയകുമാർ അത് നമ്മളെ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ തരാനുള്ള രൂപ തരണ്ടേ? ഞാൻ 1000 രൂപ മേടിച്ചിട്ടുണ്ട് ജയകുമാറിനോട്. നാളെ ജയകുമാറുമായിട്ട് പിണങ്ങാം, ഞാൻ പോവാ ജയകുമാറെ. ഞാൻ പറഞ്ഞത് നാടൻ ഭാഷയിലങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് അതിലേക്ക് മറ്റ് ഘടകകക്ഷികളുടെ നിലപാടെന്ത്, സമീപനമെന്ത്, അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കേരള കോൺഗ്രസ് ഞങ്ങൾ വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സാക്ഷിയെ പ്രേരിപ്പിച്ചതനുസരിച്ച് പാർട്ടിക്ക് ഉത്തമം, രാജ്യത്തിന് ഉത്തമം എന്ന് കരുതുന്ന ഒരു തീരുമാനമെടുത്തു. ശരി, ഇതെന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. കരാറെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ഒരു വ്യക്തിയെ അടുത്ത മാസം 16-ാം തീയതി കോൺഗ്രസിലെ ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാം, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് മാറിക്കൊണ്ട് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാം എന്നൊരു കരാറ് ഇതിനു മുമ്പ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കരാറൊക്കെ പോയി ഞങ്ങൾ മുന്നണിയിൽ നിന്ന് മാറി എന്ന് പറയല. ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ബാധ്യതകൾ നിറവേറ്റാനുണ്ടെങ്കിൽ നിറവേറ്റും, കരാറ് പാലിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതൊക്കെ എന്താ? ആ ചോദ്യം വളരെ വ്യക്തമായ ഉത്തരം നൽകി. അതായത് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിലും കേരള കോൺഗ്രസ് സ്വതന്ത്ര നിലപാടെടുക്കുകയാണ് നന്മ എന്ന് ഞങ്ങൾ കരുതുന്നു. 14-ാം തീയതി കാർഷിക പ്രശ്നങ്ങൾ എല്ലാം, ഇപ്പോഴത്തെ കാർഷിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കാനുള്ള പദ്ധതികളും പരിപാടികളെല്ലാം 14-ാം തീയതിയിലത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ ആരെയും ശപിച്ചുകൊണ്ടല്ല പോകുന്നത്. UDF അവർക്ക് നന്മ വരട്ടെ, നന്മകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ പോവുക. ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മതി. അല്ലാതെ അവരൊക്കെ മാന്യന്മാരായ ആളുകൾ, നല്ല നേതാക്കൾ. എടാ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. മുമ്പിൽ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളെല്ലാം ഒരു നിവൃത്തിയില്ലാത്ത ഗതി വന്നപ്പോൾ ഇപ്പോഴാണ്. രമേശ് ചെന്നിത്തല എങ്ങനെ എന്തെല്ലാം ചോദിക്കും, ഇനിയും നാളെ ചോദിക്കും, വേറെ പറയല് എന്തെല്ലാം പറയും. ഞങ്ങൾ എന്താ ഇത്ര താമസിച്ചത്? ഇന്നലെ MN ജേക്കബ് ചോദിച്ച പോലെ, MN ജേക്കബിന് ഇന്നലെ ഉണ്ടായ സങ്കടം എന്നാന്ന് ചോദിച്ചാൽ, KM മാണിയുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞു പോയില്ലേ. 3 പ്രാവശ്യം എന്നോട് നിന്ന് മത്സരിച്ച് തോറ്റ MN ജേക്കബിന് ഒരു വലിയ സങ്കടം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് ഇച്ചിരി കുറഞ്ഞു പോയി എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ലോകാവസാനം അടുത്ത് വന്നിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിച്ചു. എന്ത് പറഞ്ഞു പോലെയാന്ന് ഈ ഓരോ കാര്യങ്ങളൊക്കെ, അല്ല വേറെ എന്താ ശരി. ഇപ്പം സാഹചര്യം എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ സാഹചര്യം വ്യത്യാസമാണ്. ഇപ്പം ഞങ്ങൾ മാറുന്നു. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളാണ്. സഹിച്ച് ഒരു ലാസ്റ്റ് എന്താ, ഒരു ഒട്ടകത്തിൻ്റെ മുതുകത്ത് ലാസ്റ്റ് കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് പോലെ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞ് അവസാനമാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അത് പറയുമല്ലോ, പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ വല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല, മല്ലപ്പള്ളി പറയാമായിരുന്നോ? ഏതാ ഞാൻ LDF-ലേക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരിടത്തേക്കും ഇല്ല. LDF-ലേക്കില്ല, BJP-യിലേക്കില്ല, NDA-യിലേക്കില്ല. ഞങ്ങൾ സ്വതന്ത്രമായ നിലപാട്. അങ്ങനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും താല്പര്യം തോന്നും, അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നും. കേരള കോൺഗ്രസിന് എല്ലാവർക്കും താല്പര്യമാണ്. ഞാനെന്താ ചെയ്യുന്നത്? മതി ആവശ്യത്തിനാണ്.